വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. അഖില മിസ് ആണ്. സോ യെസ്, നമ്മുടെ ഓണം എക്സാം അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇനി നമ്മുടെ EVS-ന്റെ ഊഴാണ്. അപ്പൊ മക്കളെല്ലാവരും ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ച് സെറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് മിസ്സിന് അറിയാം. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമ്മുടെ EVS-ലെ പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് അവിടെ നോക്കിയേ, നിങ്ങളെ പോലെ ഒരു കൂട്ടുകാരിയാണ് അല്ലെ. എന്നിട്ട് പറയുവാണ്, സ്കൂൾ പരിസരത്തും വീട്ടുപരിസരത്തും പെയ്യുന്ന മഴയുടെ അളവ് തുല്യമാണോ? മഴ പെയ്യുമ്പോൾ ആലോചിക്കുകയാണ്, നമ്മുടെ വീട്ടിലും സ്കൂളിലും മഴ പെയ്യുന്നുണ്ട്, എന്നാൽ ഈ പെയ്യുന്ന മഴയുടെ അളവ് തുല്യമാണോ എന്ന് നമ്മളെ പോലെ തന്നെ ആ കുട്ടിയും എന്ത് ചെയ്യാണ്, ചിന്തിക്കുകയാണ്. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്നറിയാവോ? എന്താണ്? നീന ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ മേക്കിംഗ് എ റെയിൻ ഗേജ്. യെസ്, മഴയുടെ അളവ് അറിയുന്നതിന് വേണ്ടിയിട്ട് റീനയുടെ കൂട്ടുകാരും കൂടെ എന്ത് നിർമ്മിക്കുകയാണ്? ഒരു മഴമാപിനി അല്ലെ, ഒരു റെയിൻ ഗേജ് നിർമ്മിക്കുകയാണ്. അപ്പൊ ഈ മഴമാപിനി നിർമ്മിക്കുന്നതിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാം സാമഗ്രികളാണ് അല്ലെ, ഏതെല്ലാം മെറ്റീരിയൽസ് ആണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ യെസ്, ദാ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചറിനകത്ത് ഒരു റെയിൻ ഗേജ് അല്ലെ, ഒരു മഴമാപിനി നിർമ്മിക്കാനായിട്ട് നമുക്ക് ആരെയൊക്കെ വേണം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. സോ മക്കളെ ശ്രദ്ധിച്ച് കേൾക്കുക. റെയിൻ ഗേജ് അല്ലെങ്കിൽ മഴമാപിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ. എന്തിനെ യൂസ് ചെയ്യുന്നു? ടു മെഷർ റെയിൻഫോൾ. അപ്പൊ പെയ്യുന്ന മഴയുടെ അളവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ മഴമാപിനി എന്ന് പറയുന്നത്. ഒരു മഴമാപിനിയുടെ പിക്ചറൊക്കെ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തൊക്കെ വസ്തുക്കളാണ് ഒരു മഴമാപിനി നിർമ്മിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത്? ഒരു ഗ്ലാസ്, ഒരു ചില്ലുകുപ്പി നമുക്ക് ആവശ്യമുണ്ട്. അതിനകത്ത് നോക്കിയേ നിങ്ങൾ, ഒരു ഗ്ലാസിനകത്ത് എന്ത് വെച്ചിട്ടുണ്ട്? ഒരു ബോട്ടിലാണ് അല്ലെ, ഗ്ലാസ് ബോട്ടിലാണ്. അതിനകത്ത് എന്ത് വെച്ചിട്ടുണ്ട്? സ്കെയില് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഫണൽ അല്ലെ, ഇതിനെ നമ്മൾ ഫണൽ എന്നല്ലേ വിളിക്കുന്നേ. ഒരു ഫണലും നമുക്ക് അത്യാവശ്യമാണ്. ഈ 3 സാമഗ്രികൾ ഉണ്ടെങ്കിൽ, ഈ 3 മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് യെസ്, അടിപൊളിയായിട്ട് ഒരു മഴമാപിനി നിർമ്മിക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ഈ തന്നിട്ടുള്ളതിൽ ആരെയൊക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്? ഇവിടെ ഫണൽ ഉണ്ട് അല്ലെ, ഇതാണ് നമ്മുടെ ഫണൽ എന്ന് പറയുന്നത്. സോ ഫണല് നമുക്ക് ആവശ്യമാണ്. ഒരു വലിയ ചില്ലുപാത്രം നമുക്ക് ആവശ്യമാണ് അല്ലെ. അപ്പൊ അത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഇവിടെ എന്തുണ്ട്? ഒരു സ്കെയിൽ ഉണ്ട്. ആ സ്കെയിലും നമുക്ക് ആവശ്യമാണ്. ഈ 3 വസ്തുക്കൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് നിർമ്മിക്കാം? നമുക്ക് ഈ കാണുന്ന പോലെ ഒരു റെയിൻ ഗേജ് അഥവാ മഴമാപിനി ഈസി ആയിട്ട് നിർമ്മിക്കാനായിട്ട് സാധിക്കും അല്ലെ. തീർന്നിട്ടില്ല, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. വേർ ക്യാൻ വി ഫിക്സ് റെയിൻ ഗേജ് ടു മെഷർ റെയിൻഫോൾ അല്ലെ. അതായത് നമ്മൾ എവിടെയാണ് ഈ മഴമാപിനി കൊണ്ടുപോയിട്ട് വെക്കേണ്ടത് എന്നാ ചോദിക്കുന്നത്. മരത്തിന്റെ ചുവട്ടിലാണോ? അണ്ടർ ദ ട്രീ, തുറസായ സ്ഥലത്ത് അല്ലെ, ഓപ്പൺ സ്പേസിൽ, ഓപ്പൺ പ്ലേസിലാണോ? മേൽക്കൂരയിൽ നിന്ന് വെള്ളം വീഴുന്ന സ്ഥലത്ത്, ഓൺ എ പ്ലേസ് വെർ വാട്ടർ ഫോൾസ് ഫ്രം ദ റൂഫ്. അപ്പൊ ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? നമുക്കറിയാം, റെയിൻ ഗേജ് അല്ലെങ്കിൽ മഴമാപിനി നമ്മൾ കൊണ്ടുപോയി വെക്കേണ്ടത് എവിടെയാണ്? കൃത്യമായിട്ട് മെഷർ ചെയ്യണം റെയിൻഫോൾ എന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം? തുറസായ സ്ഥലത്ത് അല്ലെ, ഇൻ ആൻ ഓപ്പൺ പ്ലേസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. സോ അതിന് നേരെ നമുക്കൊരു ടിക്ക് മാർക്ക് കൊടുക്കാം. ഓക്കെ, ഇനി ഇതുപോലെയുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ, തോട്ടം നിർമ്മിക്കാനാണ് അല്ലെ. സ്കൂളിൽ തോട്ടം ഒരുക്കാൻ നീതുവും കൂട്ടുകാരുമാണ്. അപ്പൊ നേരത്തെ പോലെ തന്നെ കുറച്ച് ഫ്രണ്ട്സ് ആണ്. ഇവർ എന്ത് ചെയ്യാണ്? കുറച്ച് ചെടികളുടെ ലിസ്റ്റ് ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ ചെടികൾ കാണുന്നുണ്ട് അല്ലെ. ഈ ചെടികളെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം. എന്തിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യണം? നമുക്കറിയാം, സീഡ് അല്ലെ, വിത്ത് മുളച്ചുണ്ടാവുന്ന ചെടികളുണ്ട്. അതുപോലെ തന്നെ റൂട്ട് ഉണ്ട് അല്ലെ, ലീഫിൽ നിന്നുണ്ടാവുന്ന ചെടികളുണ്ട്, സ്റ്റെമ്മ് കുഴിച്ചിട്ടിട്ടുണ്ടാവുന്ന ചെടികളുണ്ട്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഇവരെ എന്ത് ചെയ്യാൻ പോവാണ്? ക്ലാസിഫൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഒരു ടേബിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ മക്കൾ നോക്കുക, ആദ്യം തന്നെ എന്താണ്? സീഡ് അല്ലെ, വിത്ത് മുളച്ചുണ്ടാക്കുന്ന ആരൊക്കെയുണ്ട്? നമ്മുടെ പീ ഉണ്ട് അല്ലെ, പയറുണ്ട്, കുക്കുംബർ ഉണ്ട്, സ്പിനാച്ച് ഉണ്ട് അല്ലെ, ജാക്ക് ട്രീ ഉണ്ട്, നമ്മുടെ മുരിങ്ങയുണ്ട്. ഇവരൊക്കെ പ്രത്യേകത എന്താണ്? വിത്ത് മുളച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ചെടികളെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അല്ലെ. അടുത്തത് എന്താണ്? റൂട്ട് ആണ് അല്ലെ, വേരിൽ നിന്നുണ്ടാവുന്ന ആളുകൾ ആരൊക്കെയാണ്? സാൻഡൽ വുഡ് ട്രീ അല്ലെ, നമ്മുടെ ചന്ദനം ഉണ്ട്, കറി ലീഫ് ഉണ്ട് അല്ലെ, ബ്രെഡ് ഫ്രൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആഞ്ഞിലി ഉണ്ട്. അത് ഇത്രയും സാധനങ്ങൾ, ഇത്രയും ചെടികളൊക്കെ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? റൂട്ടിൽ നിന്നാണ് അല്ലെ പുതിയ ചെടികൾ രൂപപ്പെടുന്നത്. അടുത്തത് എന്താണ്? സ്റ്റെം അല്ലെ, കാണ്ഡം. നമുക്കറിയാം, നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? അടുത്ത വീട്ടിലൊക്കെ ചില ചെടികൾ കാണുമ്പോൾ അതിന്റെ തണ്ടൊടിച്ച് വരാറില്ലേ കുഴിച്ചിടാനായിട്ട്? അതെന്നെ സംഭവം അല്ലെ. അപ്പൊ ആരൊക്കെയുണ്ട്? ഗ്രേപ്പ് ജാസ്മിൻ, നമ്മുടെ നന്ദ്യാർവട്ടം ഉണ്ട് അല്ലെ, പെപ്പർ പ്ലാന്റ്, കുരുമുളക് ഉണ്ട്, സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട്, മുരിങ്ങയുണ്ട്, റോസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കാം, മുരിങ്ങ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താണ്? നമുക്ക് അതിന്റെ കൊമ്പ്, സ്റ്റെം അല്ലെങ്കിൽ കാണ്ഡം എന്ത് ചെയ്യാം? പുതിയ ചെടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുഴിച്ചിടാം. അതുപോലെ തന്നെ
അതിന്റെ വിത്തും നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ രണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ആളാണ് അല്ലെ. ആൻഡ് ഫൈനലി ലീഫ് ആണ്. ലീഫ് എന്ന് പറയുന്ന സമയത്ത് ആരെയാണ്? നമ്മുടെ ബ്രയോഫില്ലോ അല്ലെ. ബ്രയോഫില്ലത്തിന് നമ്മൾ ഇലമുളച്ചി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അതായത് ഇലയിൽ നിന്നാണ് അത് എന്ത് ചെയ്യുന്നത്, പുതിയ ചെടി രൂപപ്പെടുന്നത്. അതേപോലെ നമ്മുടെ നിശാഗന്ധി ഉണ്ട്, ക്യൂൻ ഓഫ് നൈറ്റ് ഉണ്ട്, ബിഗോണിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. ഇതൊക്കെ എന്താണ്, ലീഫിൽ നിന്നാണ് പുതിയ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നത്, രൂപപ്പെടുന്നത്. അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും മതിയോ നമുക്ക് എക്സാമിന്? പോരാ അല്ലെ. നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള 3 ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പൊ ആ 3 ചാപ്റ്റേഴ്സിന്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായിട്ട് മെഗാ മാരത്തോണായിട്ട് ഞങ്ങൾ എല്ലാവരും ഇന്ന് രാത്രി 7:30 തന്നെ മക്കളെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് ഓൺ ടൈമിൽ നമ്മുടെ ലൈവിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കാടാ. നാളത്തെ എക്സാം ഒക്കെ പൊളിച്ച് നമുക്ക് എഴുതാം. സോ എല്ലാവർക്കും മിസ്സിന്റെ ഓൾ ദ വെരി ബെസ്റ്റ്.